എല്ലാവർക്കും രാധാമണി സോലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓണം സീരീസ് 7 കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കൂട്ടുകറി. ചേന, കായ, പിന്നെ കടല, ബ്രൗൺ കടലയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ 3 ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഒരു മധുരവും ചെറിയ എരിവുമുള്ള ഒരു കറിയാണത്. വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഇന്നലെ രാത്രി ഞാൻ നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ച കടലയാണ്. നന്നായി കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ കടല വേവിക്കാൻ പോവാണ്. ഞാനൊരു കുക്കറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ കുക്കറിൽ 8 വിസിൽ വന്നാലേ ഇത് വേവുള്ളൂ. ഞാൻ ഫുള്ളിലിട്ടിട്ടാണ് 8 വിസിൽ, അല്ലെങ്കിൽ സിമ്മിലാക്കണമെങ്കിൽ അത്ര ആവില്ല കേട്ടോ. അപ്പം ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കാം. കടല നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഞാൻ കൂട്ടുകറിക്ക് ഒരു 300 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കായ, അതൊരു 100 ഗ്രാം ഉണ്ടാവും. ഒരു കായ, അതും കൂടെ ഇതിൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണം ആക്കിയിട്ട് ഇടാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കടലയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി തീ കത്തിക്കാം. നന്നായിട്ട് വേവട്ടെ. മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അടി പിടിക്കും. ചേനയ്ക്ക് നല്ല വേവുള്ളത് കൊണ്ടാണ് ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചത്. എന്തായാലും കായ്ക്കുണ്ട് ഒരുവിധം വേവ്, പക്ഷെ ചേനയ്ക്കാണ് വേവ് കൂടുതൽ. പിന്നെ ചൊറിയും ചെയ്യുമല്ലോ, അപ്പോൾ നന്നായി വേവണം. 2 തണ്ട് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെന്തിട്ടില്ല ഇപ്പോഴും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 2 കപ്പ് എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പത്തിച്ച് ചൂടായിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉഴുന്ന്, ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബ്രൗൺ കളർ ആവണം ഉഴുന്ന്. അപ്പം ഞാൻ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഉഴുന്നെല്ലാം ബ്രൗൺ നിറമായി പൊട്ടിക്കഴിഞ്ഞു. ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചുമന്ന മുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. 2 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കും 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായി. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് അരയ്ക്കാൻ വെക്കാം. നമുക്ക് മിക്സിയിലിടാം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കാം. ഒക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുറച്ച് കട്ടിയായിട്ടാണ് അരച്ചത്. ഇനി ഇതിലേക്ക് അതരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. വേവിച്ച കടലയിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളമായിട്ടുണ്ട് ഇതിൽ. ഇത്രയും വെള്ളമുണ്ട്. ഞാനൊരു 1 കപ്പ് കടലയാണ് എടുത്തത്. 1 കപ്പ് കടല എന്ന് പറഞ്ഞാൽ 1/4 കിലോ. പിന്നെ കഷ്ണങ്ങൾ എല്ലാം കൂടി 400 ഗ്രാം ഉണ്ട്. അപ്പോൾ 650 ഗ്രാം ഉണ്ട് മൊത്തത്തിൽ. ഇതിൽ അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വെള്ളം ഇത്രയും വെള്ളമുള്ളൂ. അപ്പം ഇതിങ്ങനെ പെട്ടെന്ന് വറ്റി കിട്ടും. ഇതിലേക്ക്
ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ മധുരത്തിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട ആ വീഡിയോ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത് വീണ്ടും ഞാൻ 1/2 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടാലാണ് മധുരം കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഈ ചേനയും ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി വെള്ളം കുറച്ച് വറ്റാനുണ്ട്. അപ്പോഴേക്കും ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകും. ഇതിപ്പം ഒരുവിധം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച് തേങ്ങ ഇട്ടെടുത്തിട്ട് ഇളക്കാം. ഒതുക്കി കുറച്ച് നനവൊക്കെ വേണം. പിന്നെ ഇരുന്ന് അത് കുറച്ച് കട്ടിയാവും. ഇതിപ്പം അല്ലെങ്കിൽ ഒരുവിധം കട്ടിയാണ്, പക്ഷെ ചെറിയ നനവൊക്കെ ഉണ്ട്. ഈ ഫ്ലെയിം ഓഫാക്കാം. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കൂട്ടുകറി, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓണത്തിന്, ഓണം സ്പെഷ്യലായിട്ട്, ഓണം സീരീസ് 7 ആണ് എൻ്റെ. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് എല്ലാവരും ഈ കൂട്ടുകറി, ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് കൂട്ടുകറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഓണത്തിൻ്റെ സീരീസ് തന്നെ 6 ചെയ്തിട്ടുണ്ട്. ഇത് 7ാമത്തെയാണ്. ഇനിയും മറ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് സമയമില്ലാത്തതുകൊണ്ട് പറ്റിയില്ല. അപ്പം ഇത് എല്ലാവരും കാണണേ. താങ്ക് യു.